ഹായ് അസ്സലാമലൈക്കും. ഹിബാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കിന്നൊരു വാഴക്കൂമ്പ് കിട്ടിയിട്ടുണ്ട്. അത് എങ്ങനെയാണ് തോരൻ വയ്ക്കുന്നതെന്ന് നോക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. രണ്ട് കൈയുടെ വെള്ളയിൽ എണ്ണ പുരട്ടിയതിന് ശേഷം ഇതുപോലെ തേച്ചെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ഇതിലൊരു കറയുണ്ട്. കറ കയ്യിൽ പുരളാതിരിക്കാനായിട്ട് സ്വല്പം ഉപ്പുനീര് പുരട്ടിയതിന് ശേഷം അരിഞ്ഞെടുത്താൽ മതിയാകും. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാനിത് കഴുകുന്നില്ല. അരിഞ്ഞു വെച്ചതിന് ശേഷം കഴുകുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. മുന്നേയൊക്കെ ഞാൻ കഴുകുമായിരുന്നു. അടുത്തുള്ളൊരു ഇത്താണ് പറഞ്ഞത് അത് അരിഞ്ഞതിന് ശേഷം പിന്നെ കഴുകേണ്ട ആവശ്യമില്ല എന്ന്. ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അത്രയും വേസ്റ്റ് കിട്ടി. ഇനി അത് തോരൻ വയ്ക്കാം. അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഒരു സ്പൂൺ ഉഴുന്ന് കൂടെ ഇട്ട് മൂപ്പിക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പുമിട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് വേവിക്കാം. തേങ്ങയും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ജീരകവും കൂടെ ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അരപ്പിട്ട് കൊടുത്ത് 2 സെക്കൻഡ് ഒന്ന് അടച്ച് വയ്ക്കാം. അടപ്പ് തുറക്കുമ്പോൾ വാഴക്കൂമ്പിൻ്റെയും ഉഴുന്നിൻ്റെയും നല്ല ഒരു മണം വരുന്നുണ്ട്. അതിനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. ഹെൽത്തി തോരൻ റെഡിയായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത്. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.